ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ്. അപ്പോൾ അതിൽ ISROയുടെ PSLV C-52 എന്ന് പറഞ്ഞ ആ ഒരു സാറ്റലൈറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പുതിയൊരു സ്പൈ സാറ്റലൈറ്റ്, കാരണം നമ്മൾ ഒരു സ്പൈ സാറ്റലൈറ്റ് അയക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിഷൻ തന്നെ നമ്മൾ നടത്തിയത്. അത് രണ്ടു വട്ടവും പരാജയപ്പെട്ട സ്ഥിതിക്ക് സാറ്റലൈറ്റിന് കുഴപ്പമല്ല, അത് ശരിക്കും ലോഞ്ചിങ് വെഹിക്കിളിൻ്റെ പ്രശ്നമായിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യ 26,000 കോടി ചെലവിൽ അർമദ എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് നിർമ്മിക്കുകയാണ്. 2029 നമ്മളിത് വിക്ഷേപണം നടത്തും. 2029 ഇത് ഒരു സാറ്റലൈറ്റ് അല്ല, 52 സാറ്റലൈറ്റുകളാണ്. അഡ്വാൻസ്ഡ് മിലിറ്ററി സർവൈലൻസ് കപ്പാസിറ്റിയുള്ള സാറ്റലൈറ്റുകളാണ്. അഡ്വാൻസ്ഡ് മിലിറ്ററി സർവൈലൻസ്, ബോർഡറുകൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്ത് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, രാജ്നാഥ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമില്ല, 50% ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ഡിഫൻസ് മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തന്നെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഡിഫൻസ് മേഖലയിൽ ഉണ്ട്, പക്ഷേ അത് 50% ഉയർത്തണം എന്നാണ് ഡിഫൻസ് മിനിസ്ട്രിയുടെ ആഗ്രഹം. റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഇന്ത്യയിൽ നടക്കുന്ന ഒരു എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അവരൊരു പുതിയ എയർക്രാഫ്റ്റ് ഈ ഒരു എക്സിബിഷനിൽ വരുന്ന സമയത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. IL-114-300 സൂപ്പർ ജെറ്റ് 100 എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന വിമാനമാണിത്. ഇത് സ്മോൾ സൈസ് എയർക്രാഫ്റ്റ് ആണ്. ഈ സ്മോൾ സൈസ് എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യ ഓൾറെഡി തന്നെ ഇന്ത്യക്കുള്ളിൽ ഇൻഡിജിനിയസ് ആയിട്ടുള്ള നിർമ്മാണം പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇതേ കമ്പനിയുമായിട്ട് നമുക്ക് ഓൾറെഡി കോൺട്രാക്റ്റ് ഉണ്ട്. ആ കമ്പനി ഇന്ത്യക്കുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4 മാസങ്ങളോളമായി കമ്പനിയുടെ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇൻഡോ റഷ്യൻ ഏവിയേഷൻ്റെ ശക്തമായ കൂട്ടുകെട്ടിൻ്റെ പ്രതീകമായിട്ടാണ് റഷ്യ ഈ എയർക്രാഫ്റ്റ് ഇന്ത്യക്കുള്ളിൽ ആ എക്സിബിഷനിലേക്ക് അയച്ചു വെക്കുന്നത്. റോസ്റ്റെക് ഗ്രൂപ്പാണ് ഇത് ഓൺ ചെയ്യുന്നത്. റോസ്റ്റെക് ഗ്രൂപ്പിൻ്റെ കമ്പനി തന്നെയാണ് റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ. സ്ലോവാക്യ ബേസ്ഡ് ന്യൂക്ലിയർ കമ്പനി 6,000 കോടിയുടെ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. തെലങ്കാനയിലാണ് ഈ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സ്മോളർ മോഡ്യൂലാർ റിയാക്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തെലങ്കാനയിൽ. അതായത് ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നില്ല വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ശാന്തി പോലത്തെ നിയമങ്ങളൊക്കെ അമെൻഡ് ചെയ്ത് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 1962 ആക്ട്, അതുപോലെ തന്നെ 2010 ന്യൂക്ലിയർ ആക്ട് എല്ലാം തന്നെ നമ്മൾ അമെൻഡ് ചെയ്ത് ഒരു പുതിയ മോഡിഫൈ ചെയ്ത് നമ്മൾ ശാന്തി ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ആക്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഈ മേഖലകളിലൊക്കെ കൊണ്ടുവരാൻ പാകത്തിന് നമ്മൾ നിയമം അമെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് 2025 നമ്മൾ ഈ നിയമം അമെൻഡ് ചെയ്തത്. അതിനെ തുടർന്നാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇത് നെറ്റ് സീറോ കാർബൺ എമിഷൻ എനർജി ഉൽപ്പാദനത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കരുതുന്നത്. ഇന്ത്യ മാരിടൈം സെക്യൂരിറ്റി ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ്. മൊഡ്യൂലാരിറ്റി, സ്പീഡ്, സെൽഫ് റിലയൻസ്, അതുപോലെ എക്സ്പോർട്ട് ലീഡർഷിപ്പ്, ഇത്തരം കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് മാരിടൈം സെക്യൂരിറ്റി ഫോഴ്സ് ഒന്നുകൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നേറുകയാണ്. സ്പെയിൻ്റെ പ്രസിഡന്റ് പെട്രോ സാഞ്ചസ് ഇന്ത്യ വിസിറ്റ് ചെയ്യുകയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള വിസിറ്റാണ്. എന്തുകൊണ്ടാണെന്നല്ല, ഇപ്പോൾ പോളണ്ട് സന്ദർശിച്ചിട്ട് പോയതേ ഉള്ളൂ. അതിനെ തുടർന്നാണ് സ്പെയിൻ ഇപ്പോൾ അടുത്ത് സന്ദർശിക്കുന്നത്. അതായത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ എവിടെയും പോകണ്ട, ഇന്ത്യ നടത്തേണ്ട യാത്രകളൊക്കെ നടത്തി എന്തൊക്കെ വർക്കുകൾ ചെയ്യണോ ആ വർക്കൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ത്യ ഇവിടുന്ന് പോളിസികൾ മാത്രം അമെൻഡ് ചെയ്യും, നമ്മൾ കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്യും. അതിന് താല്പര്യമുള്ള രാജ്യങ്ങൾ കൃത്യമായിട്ട് വന്ന് അതിൽ പിക്ക് ചെയ്ത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, ആ പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയെ ഫോക്കസ് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇന്ത്യക്കുള്ളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പല മേഖലകളിലും ഡെവലപ്മെൻറ്റ് വരേണ്ടതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഗ്രോത്തിന് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പോസിബിലിറ്റീസ് കണ്ടുകൊണ്ട് തന്നെയാണ് ഫോറിൻ രാജ്യങ്ങൾ ഇന്ത്യ അപ്രോച്ച് ചെയ്യുന്നതും അവിടെയൊക്കെ നിക്ഷേപം നടത്തി അവരുടെ ഫണ്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നിശ്ചിത തോതിലുള്ള മാന്യമായ രീതിയിലുള്ള ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. കാരണം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് എന്തായാലും 6% മുകളിലാണ്. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സ്പെയിനുമായിട്ട് ഇന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഈ തീരുമാനം പുറത്തു വന്നത്. സ്പെയിനിൻ്റെ പ്രസിഡന്റ് പെട്രോ സാഞ്ചസ് ഇന്ത്യ സന്ദർശിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി ഉടനെ തന്നെ പ്രഖ്യാപിക്കും. സ്പെയിനിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞു വെച്ച വിഷയം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പൊരുതണം എന്നുള്ളത് തന്നെയാണ്.
തീവ്രവാദത്തിനെതിരെ ഒരു രീതിയിലുള്ള കോംപ്രമൈസും പാടില്ല എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ. അതുപോലെ യൂറോപ്പിൽ നിന്നും പോയ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്കെതിരെ സംസാരിച്ചത് മാക്രോൺ ആണ്. ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു വെച്ചത് ട്രംപിന്റെ ഈ താരിഫ് റൂഡ്നെസ് ഇതൊക്കെ വളരെ മോശം പ്രവൃത്തിയാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചു വെച്ചിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് പോളിസി നിയമവിരുദ്ധമാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ലോ ബുക്കിൽ ഇല്ലാത്തൊരു നിയമമാണ് ട്രംപ് നടപ്പിലാക്കുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനി വേൾഡ് എക്കണോമിക് ഫോറം എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഒരു തീരുമാനം എടുക്കാനില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയ്ക്ക് എന്തോ ആവാം, മറ്റുള്ളവർ അമേരിക്ക കാണിക്കുന്നത് പോലെ തിരിച്ചു കാണിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം ഒരു പ്രശ്നവുമില്ല. അമേരിക്കയ്ക്ക് എന്ത് വേണേലും കാണിക്കാം എന്നുള്ള നിലപാടാണ് വേൾഡ് എക്കണോമിക് ഫോറം ആയിക്കോട്ടെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും അതേ നിലപാട് തന്നെയാണ്. ഇന്ത്യയുടെ 77th റിപ്പബ്ലിക് ഡേ പരേഡിൽ ഒരു ഹൈപ്പർസോണിക് നേവൽ സ്ട്രൈക്ക് വെപ്പൺ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാണ്. ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വെപ്പൺ ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് അന്നത്തെ ദിവസത്തെ സ്പോട്ട് ലൈറ്റ് ആയിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം, LRASHM എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം. ഇതിന്റെ റേഞ്ച് 1500 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ 3000 മുതൽ 3500 കിലോമീറ്റർ റേഞ്ച് ഇതിന് ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ റെഗുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് 1500 കിലോമീറ്റർ പരിധി എന്ന് കാണിക്കുന്നത്. DRDO ആണ്, ഇതൊരു ഡെബ്യൂ മിഷനാണ്. സോ അതുകൊണ്ട് പ്രാഥമികമായിട്ട് 1500 കിലോമീറ്റർ കാണിച്ചാൽ മതി. പക്ഷേ ഇതിന്റെ കപ്പാസിറ്റി 3000 മുതൽ 3500 കിലോമീറ്റർ വരെ ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഇൻഡിജിനിയസ് സിസ്റ്റമായിട്ടുള്ള ധനുഷ് ഗൺ സിസ്റ്റം, ആകാശ് ലോഞ്ചർ, സൂര്യാസ്ത്ര യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം, ആകാശ് മിസൈൽസ്, ഈ മിഷനറീസ് എല്ലാം തന്നെ ഡിസ്പ്ലേക്ക് വെക്കും. ഇത്തവണ ജനുവരി 26-ന് യൂറോപ്പിന് നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഉർസുല ഫോൺ ഡെർ ലൈൻ ആണ് ഇത്തവണത്തെ റിപ്പബ്ലിക്കൻ ഡേ പരേഡിന്റെ ചീഫ് ഗസ്റ്റ്. അതിനോടൊപ്പം യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആന്റോണിയോ ലൂയിസ് സാന്റോസ് ഡി കോസ്റ്റ, ഇവർ രണ്ടുപേരുമായിരിക്കും നമ്മളുടെ റിപ്പബ്ലിക്കൻ ഡേ പരേഡിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നത്. യൂറോപ്പിന് ഇതിൽ കവിഞ്ഞുള്ള ഒരു അംഗീകാരം ഇന്ത്യ ഇനി കൊടുക്കാനില്ല. അത്ര ആ രീതിയിലുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും യൂറോപ്പിന് ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെക്കാനും അത് വയ്ക്കാനും ഇത് വയ്ക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുറേ നാളുകൊണ്ട് നമ്മളിപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ പല പല നെഗോസിയേഷൻ പ്ലാനുകളും പല പല അജണ്ടകളൊക്കെയാണ്. യൂറോപ്യൻ യൂണിയന് കൊടുക്കേണ്ടതിൻ്റെ അങ്ങ് അറ്റത്തെ റെസ്പെക്റ്റ് ആണ് ഇപ്പോൾ ഇത്തവണ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇത് ഫൈനലാണ്. ഈ ഒരു ഫൈനൽ ചാൻസിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നെങ്കിൽ നേടിയെടുത്തോട്ടെ. ഇനിയിപ്പോൾ ഇതിലുപരിയായിട്ട് ഒന്നും തന്നെ ഇന്ത്യയിൽ നിന്നും കൊടുക്കേണ്ടതില്ല. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ. അപ്പം യൂറോപ്യൻ യൂണിയനിൽ ഒട്ടാകെ നമ്മളുടെ റിപ്പബ്ലിക്കൻ ഡേ പരേഡ് ചർച്ചാ വിഷയമാവും. അവിടുത്തെ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മാക്സിമം ഇന്ത്യയുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻസിനാണെങ്കിൽ അവരുടെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ അവർ നോക്കിക്കാണുന്നുണ്ട്. നാറ്റോയുടെ ടയർ 2 സപ്ലയർ ആണ്. ഡിഫൻസ് സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യുന്നതിൽ ഇന്ത്യ നാറ്റോയുടെ ടയർ 2 സപ്ലയർ ആണ്. ടയർ 2 സപ്ലയർ എന്ന് പറയുമ്പോഴത്തേക്കും അത്രമാത്രം ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ പൊസിഷൻ കിട്ടുന്നത്. അത്രമാത്രം ഇന്ത്യൻ സപ്ലയേഴ്സ്, ഇന്ത്യയിലുള്ള കമ്പനികൾ നാറ്റോയുടെ ടയർ 2 സപ്ലയേഴ്സ് ലിസ്റ്റിലുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് അവർക്ക് ഡിഫൻസ് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അമേരിക്കയുടെ സൈഡിൽ നിന്നും ഡിഫൻസ് മേഖലയെ ചൊല്ലി ഒരുപാട് ഹ്യൂമിലിയേഷൻ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ. അപ്പോൾ ആ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയന് വളരെ കൺവീനിയൻ്റ് ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്കിൽഡ് ലേബർ അവൈലബിലിറ്റിയോട് കൂടി അവർക്ക് വേണ്ട സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യയെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതിന് ഓൾറെഡി തന്നെ ഇസ്രായേൽ ഒരു എക്സാമ്പിളാണ്. ഇസ്രായേൽ എങ്ങനെയാണ് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ആയുധങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, അതേ മാതൃകയിൽ അവർക്ക് വേണമെങ്കിൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. ഇന്ത്യയുടെ പോളിസി എന്ന് പറഞ്ഞാൽ മൾട്ടിലേറ്ററലാണ്. റഷ്യക്ക് വേണ്ട പോളിസി റഷ്യയോടൊപ്പം നിൽക്കും. റഷ്യയുടെ പോളിസി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഒരിക്കലും ഇസ്രായേലിനോട് മിങ്കിൾ ചെയ്യാറില്ല. ഇസ്രായേലിൻ്റെ പോളിസി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അറബ് രാജ്യങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാറില്ല. അതുപോലെ തന്നെ യൂറോപ്യൻസിന് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അത് ഡിഫൻസ് മേഖലയാകുമ്പോഴത്തേക്കും കൂടുതൽ ഇന്ത്യ ശ്രദ്ധിച്ച് സൂക്ഷ്മത പുലർത്തി അവർക്ക് വേണ്ട പ്രോഡക്റ്റ് ഇന്ത്യ കൃത്യമായിട്ട് അവരുടെ സേഫ്റ്റി നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഇന്ന് ഇന്ത്യ കേപ്പബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്യൻസിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണിത്. ഇന്ത്യക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് ആകുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ യൂറോപ്പിൽ നിന്നും ഇന്ത്യക്ക് കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്ത അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.